ഇന്ന് നമ്മുടെ എറണാകുളം പാലാരോട്ടത്തിനടുത്ത് പാടിവട്ടത്ത് ഇത് അസിസിയ കൺവെൻഷൻ സെൻ്ററാണ്. ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി. രാവിലെ ഒരു ബൈക്കും ബസ്സും കൂടി മുട്ടി. ആ പയ്യൻ സ്പോട്ടിൽ മരിച്ചുപോയി. കാരണം ബസ് തലയിൽ കൂടി കയറിയെന്ന് പറയുന്നത് സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ പലയിടത്ത് ഈ സ്ലാബുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കണമെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തൽക്കാലം സിമെൻറ്റ് ഇട്ട് കൊടുത്താൽ പോലും, കാരണം ഒരാൾ ഓടിച്ച് വരുമ്പോൾ നേരെ പോയി അതിനകത്തേക്ക് ഒന്ന് വെട്ടിച്ച് അങ്ങനെ ആക്സിഡൻറ്റ് പറ്റി. പക്ഷേ ഇന്ന് അവിടെ എല്ലാം നടന്നത് ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ബൈക്കാണെന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരുന്നത് നോക്കി. ഇപ്പോഴും ഓണായിട്ട് പല പാർട്സുകളും മാറ്റിയൊക്കെ തെറിച്ചൊക്കെ പോയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആൾക്കാർ. ആദ്യം എന്നോട് പറഞ്ഞ സ്ലാബിൻ്റെ മേളിൽ കൂടിയാണ് ആ പയ്യൻ വന്നതെന്നൊക്കെ പലരും പറയും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, താഴത്തുകൂടിയാണ്. കാരണം അവിടെ ക്യാമറ ചെക്ക് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞാണ്. കാരണം സ്ലാബിൻ്റെ മേളിൽ കൂടി കയറി പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ. ഇത് കണ്ടോ, നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണിയുടെ ലൈൻ നോക്കിക്കോട്ടെ. നിങ്ങളത് വന്നേക്കണ ലൈൻ നോക്കിക്കോ. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിവിടെ മാത്രമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം ഞാൻ ഓടിച്ച് കാണിക്കും. ഇത് എവിടെ വന്നിട്ടൊരു വെട്ടാണ്. പിന്നെ കണ്ട ആ ഭാഗം എത്തുമ്പോൾ ഇവിടെ ഉള്ളവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണവർക്ക് അറിയാം. അല്ലാത്ത ഒരാൾ വരുമ്പോൾ അവിടെ എത്തുമ്പോൾ തിങ്ങിപ്പോവും. അവിടെ വണ്ടി ഉരഞ്ഞ പാടുകളുണ്ടായി. ഇന്നത്തെ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ എത്തുമ്പോൾ വീതി കുറവാണ്. അപ്പോൾ ഇത് ഇനി മെട്രോയുടെ പണി കഴിഞ്ഞാലും അത് അവിടെ ആ വീതി കുറവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കും അറിയണം. കാരണം ഒരു ജീവൻ പൊരിഞ്ഞത് സങ്കടം തോന്നി. അപ്പോൾ അതിൻ്റെ കല്യാണമൊക്കെ ഈ അടുത്ത കഴിഞ്ഞെന്ന് കേട്ടായിരുന്നു. ഇതുണ്ട് ബൈക്കിൻ്റെ അവസ്ഥ നോക്കി. ഇത് നോക്കി അവിടെ മാത്രമല്ല കേട്ടോ, ഇനി ഇപ്പോൾ അപ്പുറത്തേക്ക് എടുത്താലും ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഓടിച്ച്. ഇത് നോക്കി സ്ലാബുകൾ ഇങ്ങനെയും പലയിടത്തും ഉണ്ട്. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കുറേ അനവധിയുണ്ട് എടുത്ത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ. കാക്കനാടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് തൊട്ടിപ്പുറത്ത് നോക്കിയാൽ ആ സിസിയുടെ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട് സ്ലാബൊക്കെ തള്ളി പുറത്തേക്ക് ഇരിക്കണതാണ്. പലയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. സ്ലാബ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇത് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ലൈനായിട്ട് ആ ഒരു ഹോട്ടലല്ല, എനിക്ക് ഒരു റാബ് പോലെ ആ ഒരു ഷേപ്പിലല്ല വന്നേക്കണം. പലയിടത്തും ഇങ്ങനെ തള്ളി പുറത്തേക്ക് ഇരിക്കണതാണ്. ഇതുണ്ടോ? ഇത് ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ എന്താണിത് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തണ്ട. ഇവിടെ എല്ലായിടത്തും 2-3 സ്ഥലങ്ങളെ ഞാൻ കാണിച്ചു തരട്ടെ. പലയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇതുണ്ടോ ആലിഞ്ചോട് എത്തുമ്പോൾ അവിടെയും അത് ഇപ്പുറത്തൊക്കെ നല്ല വീതിയുണ്ട്. ആ ഭാഗം എത്തുമ്പോൾ ഒരു വണ്ടിക്ക് പോകാനുള്ളത്. ഇപ്പോൾ മെട്രോയുടെ പണി കഴിഞ്ഞാൽ അവിടെ വീതി കയറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല വീതിയുണ്ട്. ഇത് നോക്കി അപ്പുറത്തും നിൽക്കണണ്ട ആക്സിസ് ബാങ്കിൻ്റെ ഏതാണ്ട് ഭാഗമുണ്ട്. അവിടെ നിന്ന് ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം അപ്പുറത്തുനിന്ന് പോയിട്ട്. കാരണം ഇതണ്ട ആലിഞ്ചോട് ആക്സിസ് ബാങ്കിൻ്റെ അവിടെ നോക്കിയാലും ഇതേപോലെ പലയിടത്തും ഇത് നോക്കി നിങ്ങൾക്ക് ഇതൊക്കെ ഷേപ്പ് കണ്ട് അറിയാം. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്, ഇത് ഇവരുടെ അപാകതയാണ്, എന്താണോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അപകടം പറ്റിയൊരു പയ്യൻ്റെ ജീവൻ പൊരിഞ്ഞു. ഇത് നമ്മുടെ ആലിഞ്ചോടുള്ള ഗാർഡൻ കോട്ട അപ്പാർട്ട്മെൻറ്റ്. ഇവിടെയും ഉണ്ട് ഒരു ബസ് പോയാൽ അതിനുള്ള വീതിയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതിലെ പോകുന്നവർ ശ്രദ്ധിക്കുക, പുറത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പണി നടക്കുന്ന ഏരിയയിൽ പരമാവധി ഓവർ സ്പീഡിൽ പോകാതെ നോക്കുക. ഈ പയ്യൻ സ്പീഡിൽ പോയെന്നല്ല, ഞാൻ കണ്ടിട്ടില്ല. പരമാവധി എല്ലാവരും ഒരു നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പുറത്ത് നോക്കിയാലും എന്താ ഇതുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പണിത് വെച്ചേക്കണത്. ഇതെന്താ സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും അറിയാൻ കമൻറ്റ് ചെയ്യുക.